ഇടുക്കിയിലേക്ക് പോയാൽ ഇടുക്കി നേര്യമംഗലം ചീയപ്പാറയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. അത്ഭുതകരമായാണ് യാത്രക്കാർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത്. ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. രാഹുൽ സുരേഷ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. രാഹുൽ, മണ്ണിടിച്ചിൽ നമ്മൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കൂടി മഴയും കാറ്റുമൊക്കെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളാണ്. ഈ മണ്ണിടിച്ചിലിന്റെ കാരണമായി എന്താണ് മനസ്സിലാക്കുന്നത്? ആൾക്കും ആളപായമൊന്നും ഇല്ലല്ലോ അല്ലേ? റോഷ്നി, മഴ ശക്തമാവുമ്പോൾ മലയോര മേഖലകളിൽ ആശങ്കയും വർദ്ധിക്കുകയാണ്. അത് മണ്ണിടിച്ചിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറുന്നത്. നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഇവിടെയെല്ലാം തന്നെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം മൂലം മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള വിഭാഗങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ അടക്കം മൂന്നാറിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തതാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കല്ലും മണ്ണും ഉൾപ്പെടുന്ന മരവും ഉൾപ്പെടുന്ന ആണ് മോളിന്ന് ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയും ചെയ്തത്. സാധാരണ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ എത്തുന്ന ആളുകൾ ഈ മേഖലയിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് ആ കറക്റ്റ് മണ്ണിടിഞ്ഞ ഭാഗത്ത് വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഒഴിവാകുകയും ചെയ്തു. അതുകൂടാതെ പകൽ സമയമായതുകൊണ്ട് തന്നെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നതും ഇതേ റോഡിൽ തന്നെയാണ്. എന്തായാലും ആ കറക്റ്റ് മണ്ണിടിഞ്ഞ സമയത്ത് വാഹനങ്ങൾ കടന്നു പോകാത്തതുകൊണ്ടും അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാത്തതുകൊണ്ടും വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 11:30-12 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. ആദ്യത്തെ 1 മണിക്കൂർ സമയത്തേക്ക് ഈ ദേശീയപാത അതോറിറ്റിയോ അല്ലെങ്കിൽ ഹൈവേ പോലീസോ ഒന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു പരാതി അവിടുത്തെ ആളുകൾ പറയുകയും ചെയ്തിരുന്നു. പിന്നീട് അടിമാലിൽ നിന്ന് ഉൾപ്പെടെ ഫയർഫോഴ്സ് എത്തിയാണ് ഈ മണ്ണും കല്ലും ഉൾപ്പെടെ മാറ്റുകയും മരങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ പ്രദേശത്തോടുകൂടി ഒരു വരിയായിട്ടാണ് വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്യുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും മഴ ശക്തമാകുമ്പോൾ ഈ മലയോര മേഖലയിലൂടെയുള്ള യാത്രകൾക്ക് അതീവ ജാഗ്രത വേണം എന്നാണ് പറയുന്നത്. രാത്രികാല യാത്ര പരമാവധി ഒഴിവാക്കിക്കൊണ്ട് പകൽ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ സ്പീഡ് കുറച്ചുകൊണ്ട് യാത്ര ചെയ്യണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിൽ കൂടി ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ തുടരുകയും ചെയ്യുന്നത്. റോഷ്നി, അതാണ്, ഹൈറേഞ്ചിലൊക്കെ മഴയുണ്ടാകും. ഇപ്പോൾ തന്നെയുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ തന്നെയും പോലീസും ഫയർഫോഴ്സും ഒക്കെ കൃത്യമായ സമയത്ത് അവിടെ എത്തിയില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ട്. അപ്പോൾ തുടർ ദിവസങ്ങളിലൊക്കെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ അതും വലുതായി ഉണ്ടാവേണ്ടതാണ്.